പടയപ്പ് എന്ന കാട്ടാന മൂന്നാറിലെ ജനവാസ മേഖലയിൽ ഇറങ്ങി എന്നുള്ളത്. ലോക്കാട്ടിന് സമീപമുള്ള ടോൾ ബൂത്തിനടുത്താണ് ഇപ്പോൾ ആന നിൽക്കുന്നത്. RRT സംഘം സ്ഥലത്തെത്തിക്കഴിഞ്ഞു. രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി ചേരുന്നു. രാഹുൽ വിജയൻ, ഈ കാട്ടാനയുടെ അവസ്ഥ എങ്ങനെയാണ്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പറയാൻ കഴിയുന്നത്? എൻ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ് പടയപ്പ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ ലോക്കാട്ട് എസ്റ്റേറ്റിലേക്ക് എത്തിയ ആന ഇന്ന് പുലർച്ചെയോടെ ദേശീയപാതയിലേക്ക് ഇറങ്ങുകയായിരുന്നു. മണിക്കൂറുകളോളം ഇപ്പോൾ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. RRT സംഘം ഇപ്പോഴാണ് എത്തിയത്. ആനയെ തുരത്താൻ വേണ്ടിയുള്ള ശ്രമം തുടരുകയാണ്. ആനയെ തുരത്തിയാലും തൊട്ടടുത്ത് വനമൊന്നും ഇല്ലാത്തതിനാൽ ഏത് മേഖലയിലേക്ക് ആന പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും RRT സംഘം ഈ ഗതാഗത തടസ്സം മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. വലിയ തരത്തിലുള്ള ആശങ്ക ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാട്ടുപ്പെട്ടി മേഖലയിലായിരുന്നു ആന ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് വീണ്ടും ഈ ലോക്കാട്ട് ഭാഗത്തേക്ക് ആന എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വനംവകുപ്പ് വാച്ചർമാർ കൃത്യമായി തന്നെ ആനയെ നിരീക്ഷിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് മണിക്കൂറുകളോളം താമസിച്ചാണ് വാച്ചർമാർ എത്തിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം കൂടിയാണ്. ഓക്കെ, താങ്ക് യു. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾക്ക് അറിയുന്ന പോലെ NH തന്നെ ഗ്യാപ്പ് റോഡിൽ തന്നെയാണ് ഇപ്പോൾ ആന നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് വഴി യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ അല്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പൊതുവെ ഈ പടയപ്പ വലിയ അപകടം ചെയ്ത ആനയല്ല എന്നാണ് ഒരു വിലയിരുത്തൽ. ലോക്കാട്ടിന് സമീപമുള്ള ടോൾ ബൂത്തിനടുത്താണ് ഈ ആന ഇപ്പോൾ ഉള്ളത്.